ഡീറ്റെയിൽസ് ഈ വീഡിയോയ്ക്കകത്ത് കാണാം. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ വാട്സ് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്ന ഇതിൻ്റെ ഒരു ആംപ്ലിഫയർ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഫുള്ളും വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ഒരു വർഷത്തോളം ആയി ഇത് മേടിച്ചിട്ട്. ഇതിൻ്റെ മേടിച്ച ടൈമിലുള്ള ഫോട്ടോ എല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ JBL മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആദ്യം നമുക്ക് വാറണ്ടി കാർഡ്, ഇതിൻ്റെ യൂസർ മാനുവൽ, പിന്നെ ഇതൊക്കെ അപ്പോൾ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുക്കുക. പിന്നെ JBLൻ്റെ 2 സ്റ്റിക്കറും കാണും. അപ്പോൾ ഒരു സ്റ്റിക്കർ ഞാൻ ഇതിൻ്റെ ബോക്സിൻ്റെ ഗ്രില്ലിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ പെട്ടിയൊക്കെ കണ്ടിച്ച് മുറിച്ച് എവിടെയൊക്കെയോ എത്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചില്ലർ ഇതിൻ്റെ ഫ്രെയിമൊക്കെ അതിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മുടെ JBL സബ്വൂഫറിലോട്ട് വരുമ്പോൾ, നമ്മുടെ JBL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി എന്ന് വെച്ചാൽ ഒരു ബംഗാളി എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. കാരണം കുറഞ്ഞ ചെറിയ പവറിൽ തന്നെ വലിയ വർക്ക് വരുന്നൊരു സബ്വൂഫറാണ് JBL. അപ്പോൾ ഈ പ്രൈസിൽ നിൽക്കുന്ന ഇതിൻ്റെ മേളിൽ നിൽക്കുന്ന പ്രൈസിൽ നിൽക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സബ്വൂഫർ ഇത് തന്നെയാണ്. പണ്ട് പോലെ നമുക്ക് ഈ JBL എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ RMS പവർ എന്ന് പറഞ്ഞത് 300 വാട്ട്സാണ്. അപ്പോൾ ഈ കുറഞ്ഞത് 300 വാട്ട്സ് എങ്കിലും ഇതിന് വേണം, ഇത് നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ. പിന്നെ ഇതിന് പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 1300 വാട്ട്സ്. ഇത് JBL 1300, 1500 ഉണ്ട്, അങ്ങനെ 1500 ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ 1300 എടുത്തേക്കുന്നത്. 12 ഇഞ്ച് സബ്വൂഫറാണ് ഇത്, ഡബിൾ മാഗ്നറ്റാണ്. ഇപ്പം ഇത് പല റേഞ്ച് കൂടിയ സബ്വൂഫറിലും അതിൻ്റെ കൂടെല്ലാം ഈ ഒരു ബഡ്ജറ്റിലും ഇതിലെല്ലാം പിടിച്ച് നിൽക്കുന്നത് JBL തന്നെയാണ്. ബാക്കിയുള്ള ഞങ്ങൾ കുറച്ച് സബ്വൂഫറൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതൊരു 400 വാട്ട്സ്, 200 വാട്ട്സ് അത്ര ഇത് കാണത്തില്ല ഇത് പറയുന്നവർ. അപ്പോൾ ഒരു റേഞ്ചിലുള്ള ഒരു ആംപ്ലിഫയറിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് 10,000 6,000 രൂപയാവും. അപ്പോൾ ഈ സബ്വൂഫറിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഒരു 4,100 ആയി. അത് ചില കടകളിൽ ഇതനുസരിച്ചിരിക്കും ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മേടിക്കുമ്പോൾ നമ്മൾ മാക്സിമം പറ്റിക്കപ്പെടില്ല. ഇതിന് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒറിജിനൽ സാധനം തന്നെ ഞങ്ങളങ്ങനെ നോക്കിയെടുത്തതാണ്. മിക്കുള്ളവരും ഇത് നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലോക്കൽ സാധനമൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അതനുസരിച്ച് നമ്മൾ സൂക്ഷിച്ച് വാങ്ങുക, അതാണ് വേറൊരു കാര്യം ഇത് മേടിക്കാൻ പോകുള്ള. അപ്പോൾ ഈ ആംപ്ലിഫയറിന് ഒരു ചെറിയ ബോഡി വർക്ക് ചെയ്യുന്നത്, എന്നാലും അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. പിടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോഡി വർക്ക് ചെയ്യുന്നതാണ് ഈ ആംപ്ലിഫയർ. അപ്പോൾ ഇതിനകത്ത് ഇത് സപ്പോർട്ടാവും. ബ്രിഡ്ജ് ചെയ്ത ഐ സി ആണ്. ബാക്കി അത് ഇതെല്ലാം വരുന്ന ഓഡിയോടെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ നല്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഭയങ്കര ചെറിയ റൂമാണ്. അപ്പോൾ റൂമിനകത്ത് ഭയങ്കര അലർട്ടും കാര്യങ്ങളൊക്കെയാണ്, ജനലിൻ്റെ ഇടിയും ആലവ് സൗണ്ടും ഒക്കെയാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ വേറെ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ ആംപ്ലിഫയർ ഉണ്ട്. അത് നമ്മുടെ ഈ വണ്ടികളൊക്കെ സെറ്റ് ചെയ്യുന്ന സാധനം പൊടി പിടിച്ചിരിക്കുക. ഇതാണ് ഇത് 150 ഇതിൻ്റെ 800 ഇവിടെ ഇരിപ്പുണ്ട്. 160 വാട്ട്സിൻ്റെ. അപ്പോൾ ഇതൊരു 12 വാട്ട്സ് DC-യിലൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ SBSോ അങ്ങനെ എല്ലാം ഉപയോഗിച്ച് ഇത് യൂസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത് കുറഞ്ഞത് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മാക്സിമം ഒരു നല്ല അത്യാവശ്യം പവറുള്ള ഒരു 400 600 അത്ര വാട്ട്സുള്ള സബ് ആംപ്ലിഫയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമെങ്കിൽ നല്ല റിസൾട്ടാണ്. അത്യാവശ്യം അടിപൊളി റിസൾട്ടാണ്. പിന്നെ നമുക്ക് കൊച്ചിലെ ഈ JBL എന്ന് പറഞ്ഞ ഒരു ഹരമായിട്ടുള്ള കാര്യം, നമ്മൾ ആദ്യമേ ഏതെങ്കിലും ഒരു വണ്ടി കയറണമെങ്കിലൊക്കെ നമ്മൾ ആദ്യമേ ചോദിക്കും JBL ഉണ്ടോയെന്ന്. ഏത് വേറൊരു കമ്പനിയുടെ ട്യൂബ് കണ്ടാലോ എന്തെങ്കിലും ഒരു സബ് കണ്ടാലോ അത് ഉരുണ്ടിരിക്കുന്ന എന്തോ ട്യൂബ് കണ്ടാലും നമ്മൾ ആദ്യം പറയുന്നത് JBL എന്നാണ്. അപ്പോൾ കൊച്ചിലെ നമുക്കിതൊരു ഹരമായിട്ടുള്ള കാര്യമാണ് ഈ സബ്വൂഫർ. നമുക്കപ്പോൾ ഇതൊന്ന് ഓണാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരും. ഇത് വെച്ചേക്കുന്ന ഇതിനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ചെറിയ ബോക്സ് 10 ഇഞ്ചിൻ്റെ ബോക്സ് ആയിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് 12 ഇഞ്ചാക്കി അതിനകത്ത് വെച്ച്. ഇപ്പോൾ മനസ്സിലായി ഇത് വെച്ചിട്ട് വേറെ കട്ട് ചെയ്ത് സമയം പോയതല്ലാതെ വേറെ ഒന്നും നടന്നില്ല. പിന്നെ നമ്മളൊരു കടയിൽ നിന്ന് വേറൊരു ഇതിന് പറ്റിയൊരു ബോക്സ് അങ്ങ് മേടിച്ച് 2,500 രൂപയായി. അത്യാവശ്യം വലിയ ഇതാണ്. അതിനകത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബോക്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 6,000 രൂപ 6,000 5,000 രൂപ.
എങ്ങനെ പോയാലും ബോക്സും വേണം, ഇതും വേണം. പിന്നെ ഇതിൻ്റെ കണക്റ്റിംഗ് കേബിൾ ഇതൊക്കെ വേറെ. പിന്നെ ഇതേപോലെ ഒരു ചെറിയ ആംപ്ലിഫയർ മേടിക്കുകയാണെങ്കിൽ ഇത് 10,000 രൂപ സംതിങ് ആ ഒരു ലെവലിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാനത് കമൻറ്റിൽ തന്നെ ഇട്ട് തരാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ സബ്വൂഫറൊക്കെ നമ്മൾ ഈ ട്യൂബും ബോക്സും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വീടുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് എപ്പോഴും ബോക്സ് തന്നെ ആയിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഞാൻ ഏതാണ്ട് ഇതൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ക്യാമറ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ഓണാക്കി നമുക്കിതൊന്ന് കണക്ഷൻ കൊടുത്ത് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ബോക്സിൽ നിന്ന് അയച്ചെടുത്തപ്പോൾ എൻ്റെ വയറും കാര്യങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. കണക്ടറൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തേ, അതിലും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നൊരു സോങ് ഇട്ട് നോക്കാം, ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു സോങ് എടുക്കട്ടെ. അപ്പോൾ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇത് ഓണായിട്ടുണ്ട്, പാടിട്ടുണ്ട്. ഇത് വെച്ച് കാണിച്ചു തരാം. ഓ കിട്ടുന്നില്ല. നല്ല ഇപ്പോൾ പാട്ട് ഞങ്ങൾ ഒരുപാട് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ ചെറിയൊരു 10-200 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ. ഇതിൽ തന്നെ നല്ല വർക്ക് ഇതിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കമൻറ്റിൽ തന്നെ ഇട്ടേക്കാം.